ഇതാണ് ജീവിതം. എല്ലാവർക്കും മദ്യവും സ്വാദിഷ്ടമായ സദ്യയും വിളമ്പും. ജീവിതം എത്ര മനോഹരം! ഇന്ന് വരെ ഞാനിത് അനുഭവിച്ചിട്ടില്ല. നീയാണ് യഥാർത്ഥ സുഹൃത്ത്. ഈ പങ്കുവെക്കലിലൂടെ നീ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. വരൂ വരൂ, നമുക്ക് നൃത്തം ചെയ്ത് ആഹ്ലാദിക്കാം. നീ എത്രയോ മഹാമനസ്കനാണ്. എങ്ങനെയാണ് നീ ഇത്രയും ധനവാനായത്? നിങ്ങൾ കാണുവിൻ, ഇപ്പോൾ ഇത് എല്ലാം എന്റേതാണ്. എന്റെ പിതാവിൽ നിന്ന് പിടിച്ചു വാങ്ങിയ സമ്പത്ത്. എന്തായാലും നമുക്ക് തിന്നുകുടിച്ച് ആനന്ദിച്ചുല്ലസിക്കാം. നൃത്തവും സംഗീതവും ആഹാരവും, ആഹാ, നീയാണ് ഞങ്ങളുടെ എല്ലാം. നീ കൂടെയുള്ളപ്പോൾ എന്തൊരു ആനന്ദമാണ്! ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ് ഈ പാർട്ടി. ഈ രാത്രി നമ്മുടേതാണ്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും വാങ്ങിച്ചോളൂ. നാളെയല്ലേ നാളത്തേക്കാര്. നോക്കൂ, ആ ധനവാൻ എന്തു പൈസയാണ് ചിലവഴിക്കുന്നത്. എടാ, എന്റെ കടവും ദാരിദ്ര്യവും മാറ്റാൻ ഇങ്ങനെ കൂട്ടുപിടിക്കാം. ഓ, ആ, എന്റെ പണമില്ല എവിടെ? ഓ, കാണുന്നില്ലല്ലോ. എനിക്ക് ദാഹിക്കുന്നു. ഓ, വിശപ്പ്, എനിക്ക് വിശക്കുന്നു. ഓ, ഇന്നലത്തെ രാത്രി എന്റെ കൂട്ടുകാരായി വന്നവരെല്ലാം എന്നെ ചതിച്ചത്. ഞാൻ ഇനി എന്തു ചെയ്യും? എന്റെ പണമെല്ലാം അപഹരിക്കപ്പെട്ടു. ഓ, ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഇനി എന്തു ചെയ്യും? എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ ഇനി എന്തു ചെയ്യും?
എന്റെ പിതാവിന്റെ വേലക്കാർ പോലും എന്ത് സുഭിക്ഷമായി ജീവിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്റെ പിതാവിന്റെ മുഖത്ത് നോക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. പക്ഷേ ഞാൻ എങ്ങനെ ജീവിക്കും? പട്ടിണി കിടന്നും മടുത്തു. അതെ, തിരിച്ചു പോകാം. ഞാൻ എന്റെ സർവ്വ ധൈര്യവും സംഭരിച്ച് എന്റെ അപ്പന്റെ അടുത്തേക്ക് തന്നെ പോകാം. അല്ലാതെ വയ്യ. സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പ് അണിയിക്കുക. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടത് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്താണ് ഇവിടെ പതിവില്ലാത്ത ഒരുക്കങ്ങൾ? അറിഞ്ഞില്ലേ, അങ്ങയുടെ അനുജൻ വന്നിരിക്കുന്നു. അനുജൻ? അവൻ എന്താടാ, എന്തു പറ്റി? എന്റെ അനുജൻ മടങ്ങി വന്നു. വീട്ടിൽ വലിയ ആഘോഷങ്ങളെല്ലാം ഒരുങ്ങുന്നു. അതിനെന്താ നിനക്കൊരു പരിഭ്രമം? ഇതെല്ലാം സംഭവിക്കുമെന്ന് നിന്നോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ? നമ്മൾ പറയുന്നതൊന്നും അവന് കാര്യമല്ലല്ലോ. അവൻ അവന്റെ അപ്പനല്ലേ എല്ലാം. നീ കണ്ടോ, അപ്പന് നിന്നേക്കാൾ പ്രിയം നിന്റെ അനുജനോടാ. നീ വെറും പണിക്കാരൻ. എവിടുന്ന്? പണിക്കാർക്കുള്ള വില പോലും ഇവനില്ല. അതൊക്കെ അവൻ ചോദിച്ചപ്പോൾ തന്നെ അപ്പൻ സ്വത്ത് ഭാഗം ചെയ്തു. നീ ഒന്ന് ഓർത്തു നോക്കി. പണ്ടും അവൻ
നിന്റെ അനുജൻ. ഞാനത് അറിഞ്ഞു തന്നെയാ വന്നത്. അപ്പൻ കാണിക്കുന്ന ഈ സന്തോഷം എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. അപ്പനെയും നമ്മുടെ കുടുംബത്തെയും കണ്ണീരിൽ ആഴ്ത്തി പാരമ്പര്യമായി കിട്ടിയതും നമ്മൾ അധ്വാനിച്ചതും എല്ലാം വിറ്റ് തുലച്ച് വന്നിരിക്കുന്ന ഈ ധൂർത്ത പുത്രന് വേണ്ടി എന്തിന് നാം ആഘോഷിക്കണം? അവന്റെ പ്രവർത്തികളും കാരണം എന്റെ അപ്പന് പോലും പല പ്രാവശ്യം തലമുടിച്ച് നടക്കേണ്ടി വന്നിട്ടില്ലേ? പക്ഷേ എന്ത് പക്ഷേ? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. അപ്പം പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. നമ്മുടെ ഈ ഭൂസ്വത്തിൽ എന്റെ വിയർപ്പ് വീഴാത്ത ഒരു ഇഞ്ച് ഭൂമി ഉണ്ട് അപ്പ. വേണ്ട, ഒന്നും പറയണ്ട. ഇത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടുകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ യേശുവിനോടൊത്ത് ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നിന്റെ ഈ മകൻ അവൻ വന്നപ്പോ അവന് വേണ്ടി നീ കൊഴുത്ത കാക്കുട്ടിയെ കൊന്നിരിക്കുന്നു. നീ ഓർക്കുന്നു നിങ്ങളുടെ കുട്ടിക്കാലം? അന്ന് നമുക്ക് സമ്പത്തില്ലായിരുന്നു, കൂട്ടുകാരില്ലായിരുന്നു, നമുക്ക് നമ്മളായിരുന്നല്ല. എന്റെ അനിയനെ പിരിഞ്ഞ് ഒരിക്കലും നീ നിന്നിട്ടില്ല. അവൻ ചെയ്യുന്ന കുസൃതികൾക്ക് അവനെ ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലും നിനക്ക് സഹിക്കില്ല. അവനും അങ്ങനെ തന്നെയായിരുന്നു. നീ വിചാരിച്ചിട്ടില്ലേ ഒരിക്കലെങ്കിലും അവൻ തിരിച്ചു വരണമെന്ന്? നിനക്ക് അവനോട് സ്നേഹമില്ലേ? സ്നേഹമല്ലേ കടന്നുപോയി. ഇന്നലെ അവൻ ചെയ്ത തെറ്റുകളുടെ കണക്ക് നിൽക്കുമ്പോൾ നീ അവനോടൊപ്പം നമ്മൾ പങ്കുവെച്ച എല്ലാ നിമിഷങ്ങളും ഓർക്കേണ്ടതല്ലേ? മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായി. അവനിപ്പോൾ ജീവിക്കും. നഷ്ടപ്പെട്ടു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കും. അറിഞ്ഞു അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു.